ബേസിക് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് പഠിച്ചിട്ടാണ് അതിലേക്ക് നമ്മൾ അഡ്വാൻസ് ലെവലുകൾ പഠിക്കുന്നത്. ഇതാണ് നമുക്ക് എക്സ്റ്റൻഷനുള്ള നീഡ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇവിടെ ആരെങ്കിലും എക്സ്റ്റൻഷൻ ചെയ്യുന്നവരുണ്ടോ? ഏതാ ചെയ്യാം? ചെയ്യാറുണ്ട്. ഷേപ്പ് ചെയ്യാൻ പറ്റും. ഏകദേശം 7ഓളം ഷേപ്പുകൾ നമ്മൾ നെയിലിന് കൊടുക്കാറുണ്ട്. 7 21 എണ്ണമുണ്ട്. പിന്നെ നോർമലി വരുന്ന കുറച്ച് ഷേപ്പുകൾ എന്ന് പറഞ്ഞാൽ 7 എണ്ണമാണ് വരുന്നത്. ഇപ്പൊ ഈ നെയില് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതിന്റെ ഇവിടെ ഒരു വൈറ്റ് കളറ് ഒരു ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ നെയിൽ എടുക്കുമ്പോൾ പ്രൊഫഷണൽ നെയിൽ ആർട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉള്ള നെയിൽ വാങ്ങണം. കോമൺ ആയിട്ടുള്ള നെയിലല്ല വരുന്നത്. എന്നിട്ട് ഈ വരുന്ന പോർഷൻ എത്രയാണോ ആ പോർഷനിൽ ഒരു ചെറിയൊരു തിക്നെസ്, ഒരു ചെറിയ തിക്നെസ്സിന്റെ വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മൾ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം. ഇതിലാണ് ലോക്ക് ചെയ്യുക. നോർമലി നമ്മൾ ഇങ്ങനെ കയറ്റി വെക്കും അല്ലേ? പക്ഷെ നെയിൽ ആർട്ടിസ്റ്റുകൾ ചെയ്യുമ്പോൾ ഇത് വന്ന് ലോക്ക് ആകുന്നത് ആ ഒരു പോയിന്റിൽ കറക്റ്റ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്തിട്ട് ഇതിൽ ലോക്ക് ചെയ്യാം. ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ ഒരു 1 വീക്ക് ഒക്കെ എടുത്തിട്ടാണ് ആളുകൾ പഠിക്കുക. ഇപ്പൊ ഞാൻ കണ്ടേക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മാത്രമാണ് ഇത്തിരി ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന കണ്ടേക്കണം. കാരണം ഐലൈനർ ഒക്കെ എഴുതിയിട്ട് ഇവർക്ക് കൈ കുറച്ചുകൂടി ഒരു റിഫൈൻമെന്റ് ഉണ്ടാവും. അല്ലാതെ വരുമ്പോൾ നമുക്കിത് പെട്ടെന്ന് വെക്കുമ്പോൾ ഇവിടെ ഒരു ലോക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ നെയിൽ ആർട്ട് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രൊഫഷണൽ വേയിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു ലോക്കുള്ള ഈ ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നെയിൽ. അപ്പൊ ഇതിലൊരു പോർഷൻ മാത്രം വൈറ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പ് കൊടുക്കാം. കസ്റ്റമൈസ്ഡ് ആയിരിക്കും എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ഈ പ്ലാസ്റ്റിക്കിന്റെ നെയിൽസ് കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കട്ടറാണിത്. ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കട്ടറാണ്. നോർമലി നെയിൽ ആർട്ട് പഠിക്കുമ്പോൾ എത്ര എക്സ്പെൻസ് വരും? പല സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം 1 lakh above ഒക്കെയാണ് നെയിൽ ആർട്ടിന്റെ ഫുൾ കിറ്റ് എടുക്കുമ്പോൾ വരുന്നത്. പക്ഷെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ, അതായത് ബേസിക് ആയിട്ടുള്ള എക്സ്റ്റൻഷനോ അക്രാലിക്കോ അതല്ലെങ്കിൽ കുറച്ച് മൈലേജ് ഒക്കെ എടുത്തിട്ട് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 20,000 നിങ്ങൾക്ക് കിറ്റ് കിട്ടും, ഫുൾ കിറ്റ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ട് എക്സ്ട്രാ എന്തൊക്കെ വേണമെന്ന് ചെയ്യാൻ പറ്റും. ഇത് ഒട്ടിച്ചതിന് ശേഷം സാധാരണ നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ കട്ട് ചെയ്യാം. സാധാരണ നെയിൽ കട്ടർ ആണെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന ഗമ്മ് ഭയങ്കര ഹെവി ഗമ്മായിരിക്കും. ആ ഗമ്മിലേക്ക് ചിലപ്പോൾ ഒറ്റ ഇതിനെ കട്ടായില്ലെങ്കിൽ നഖവും കൂടി പറഞ്ഞു വരും. ജസ്റ്റ് കട്ട് ചെയ്യാം. സിംഗിൾ കട്ടാണ് ചെയ്യുന്നത്. സിംഗിൾ കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഡയറക്റ്റ് ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ വെച്ചിട്ട് കട്ട് ചെയ്ത് അത് കറക്റ്റ് ഷേപ്പിൽ വരും. കാണാനോ വളയാനോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. ഫസ്റ്റ് നമ്മളിത് ഒട്ടിക്കും. ഒട്ടിക്കുന്നത് ലോക്ക് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ലോക്ക് ചെയ്യുന്നത് ഈ ഹാഫ് ആയിട്ട് വരുന്ന ഭാഗത്ത് ചെറിയൊരു, അതായത് ഒരു മില്ലിമീറ്ററിന് താഴെയാണ് അത് വരുന്നുള്ളൂ. അപ്പൊ അതിലാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. അപ്പൊ ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്തു അല്ലെ? നമ്മുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്യാം. നോർമലി വരുന്ന ഷേപ്പുകൾ എന്ന് പറയുന്ന ഓവൽ, ഓവൽ സ്ക്വയർ, സ്ക്വയറിൽ തന്നെ ഓവൽ സ്ക്വയർ, ബദാമിന്റെ അല്ലെ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഓവൽ ഷേപ്പ്. പിന്നെ ഒരു 6-7 ഷേപ്പുകൾ നമുക്ക് നേരിട്ട് ചെയ്യാവുന്ന നോർമലി പോകുന്ന 2-3 ഷേപ്പുകളാണ്. 3-4 ഷേപ്പുകളാണ് നോർമൽ. സ്ക്വയർ, ഓവൽ സ്ക്വയർ, പിന്നെ ഓവല്, അതേപോലെ റൗണ്ട് ഓവൽ, ഇങ്ങനത്തെ ഷേപ്പുകളാണ് നമ്മൾ നോർമലി ചെയ്യുന്ന കുറച്ച് ഷേപ്പുകൾ. അപ്പൊ അത് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് നോർമലി നമ്മൾ നോർമൽ ഫൈലർ അല്ല ഉപയോഗിക്കുന്നത്, വുഡിന്റെ ഫൈലറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത്രയും നാൾ ചെയ്തിരുന്ന സാധനങ്ങൾ എക്യുപ്മെന്റ്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഡ്രൈ മാനിക്യൂർ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ കോഴ്സിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും നിങ്ങൾ നോക്കി വെച്ചിരുന്നത് എന്താണെന്ന് അറിയാനുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സ്റ്റൈലിന് എന്താണ് പേര്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പേരെന്താണ്? തനിജ. ഏതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ? ജെല്ലും അക്രലിക്കും മാത്രം. എക്സ്റ്റൻഷൻ പ്ലസ് ജെല്ലും അക്രലിക്കും അല്ലെ? ഓക്കെ. അപ്പം ഇപ്പൊ ഞാൻ 3 ബേസിക് കോഴ്സുകൾ പറഞ്ഞു. നെയിൽ എക്സ്റ്റൻഷൻ, അത് ബേസിക് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെനുവിന്റെ നെയിമും കൂടി കൂടിയിട്ടാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് മെനുവിൽ ഡയറക്റ്റ് കൊടുക്കാവുന്ന നെയിമാണ്. ഇപ്പൊ ഒരു സലൂണിലെ നെയിൽ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ നെയിൽ ആർട്ടിന്റെ സെക്ഷനിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന മെനു എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നിങ്ങളിത് മെയിൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് ഒരു പേര് കൊടുക്കേണ്ടതെന്നുള്ളതോ അല്ലെങ്കിൽ വേറെ എവിടെ പഠിച്ചാലും നിങ്ങൾക്ക് ഈ പേരുകൾ വേൾഡ് വൈഡ് കോമൺ ആയിട്ട് വരുന്ന പേരുകളാണ് ഇതെല്ലാം.
അപ്പോൾ നെയിൽ എക്സ്റ്റൻഷൻ 10 വിരലും ചെയ്യുന്നത് 2000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. എത്രയാണ് അതിന് വാങ്ങുന്നത്? സെലിബ്രിറ്റിക്കാണ് 7,000 വേണം. നോർമലി ഇതിൽ 2000 സ്റ്റാർട്ട് ചെയ്യാം. സെലിബ്രിറ്റിക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ബ്രൈഡിനാണെങ്കിൽ 5,000 സ്റ്റാർട്ട് ചെയ്യാം. 7,000 കുഴപ്പമില്ല. ബ്രൈഡ് ആണെങ്കിൽ 5,000 സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ വരുന്ന ഒരു 8,000 ചെയ്യാൻ പറ്റും. അപ്പോൾ നെയിൽ എക്സ്റ്റൻഷൻ ഫസ്റ്റ് വരുന്നത്, അത് നമ്മൾ ഈ എക്സ്റ്റൻഷൻ ഒട്ടിച്ച് കൊടുക്കുന്നതിനാണ് നെയിൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വർക്ക് തീരില്ല. നെയിൽ ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം പോരാ. പ്ലസ് അതിലൊന്നല്ലെങ്കിൽ അക്രാലിക് ഒട്ടിക്കണം, അക്രാലിക് വെച്ച് ഫിനിഷ് ചെയ്യണം. അതല്ലെങ്കിൽ ജെല്ലിട്ടിട്ട് ഫിനിഷ് ചെയ്യണം. ഈ മൂന്നും കൂടി ചെയ്യുന്നതാണ് ഒരു സെക്ഷൻ സർവീസ് വരുന്നത്. പിന്നെ അക്രാലിക് ജെൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു മെനു വരുന്നുണ്ട് അല്ലേ? അതൊരു ട്രിക്കാണ് ശരിക്കും പറഞ്ഞത്, ഒരു ബിസിനസ് ട്രിക്കാണ് വരുന്നത്. പക്ഷേ ഈ 3-ൽ 2 ചെയ്താൽ മാത്രമേ ഒരു സർവീസ് പൂർത്തിയാവുള്ളൂ. പലർക്കും അറിയില്ല. പലരും ഈ അക്രാലിക് എക്സ്റ്റൻഷൻ എന്താണെന്നത് ജെല്ല് നെയിലൊട്ടിച്ചിട്ട് അതിൽ അക്രാലിക് ഇട്ട് കൊടുക്കുന്നത്. ജെൽ എക്സ്റ്റൻഷൻ എന്താണെന്ന് ചോദിക്കും, അതിൽ നെയിലൊട്ടിച്ചിട്ട് ജെൽ എക്സ്റ്റൻഷൻ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇത് രണ്ടും വേണ്ട, എക്സ്റ്റൻഷൻ മതി എന്ന് പറഞ്ഞിട്ട് വരുന്നവർക്ക് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റും. എന്നാലാണിത് ലോങ് ലാസ്റ്റിംഗ് പോകുള്ളൂ. പലരും ഇവിടെ പഠിക്കുമ്പോൾ ഇത് 3 കോഴ്സായിട്ടാണ് പഠിച്ചു പോകും. അപ്പൊ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് 3 ഒറ്റ കോഴ്സാണോ, ഒരെണ്ണം ഇല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്സ്റ്റൻഷൻ മാത്രം ഒട്ടിച്ചിട്ട് പഠിപ്പിച്ചിട്ട് അതിന്റെ മേളിൽ ആർട്ട് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. അത് പ്രോപ്പർ വേ അല്ല. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എക്സ്റ്റൻഷൻ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ജെല്ലിടണം അല്ലെങ്കിൽ അക്രാലിക് ഇടണം. എന്നാലാണ് ആ ഒരു സെക്ഷൻ ഫിനിഷിങ് വരുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഷെല്ലാക്ക്. ഇതാണ് ഷെല്ലാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജെൽ പോളിഷ് ഇവിടെ ഉണ്ട്, ജെൽ നെയിൽ പോളിഷ്. അതിട്ട് കഴിഞ്ഞാൽ കൂടി വന്ന ഒരു 6 മാസമൊക്കെ കിട്ടും. പക്ഷെ നമ്മളൊരു അടുക്കളയിലൊന്നും പണിയുന്നില്ല, അങ്ങനെ പ്രോപ്പർ ലോക്കിംഗ് ആണ് ചെയ്യുന്ന. ലാസ്റ്റ് കോട്ടിങ് വന്നിട്ട് ടോപ്പ് കോട്ട് വന്നിട്ട് കറക്റ്റ് പ്രോപ്പർ കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ 6 months എന്തായാലും കിട്ടും. പക്ഷെ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതല്ലെങ്കിൽ ഈ വിമ്മോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു 3 മാസം കഷ്ടേ കിട്ടുള്ളൂ. നമ്മളെപ്പോഴും പറയാം 1 month പറയുക. 1 monthൽ ഇവർ പറയുമ്പോൾ ഇവർക്ക് ചെയ്യുന്ന ജോലിയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ അത്രയും കിട്ടും, അതല്ലെങ്കിൽ അത്രയും ദിവസം കിട്ടില്ല. ഇനി അതിന്റെ ഒരു ലെങ്ത് കൂട്ടണമെങ്കിൽ നമ്മൾ ഈ അക്രാലിക്കും ഒടിയാതിരിക്കണമെങ്കിൽ അക്രാലിക്കും ജെല്ലും ചെയ്യുന്ന പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ ഷെല്ലാക്ക് ചെയ്തിട്ട് അതിൽ കയറുള്ളൂ. ഷെല്ലാക്ക് ചെയ്യുമ്പോൾ ചുമ്മാ നെയിൽ പോളിഷ് ഇടുന്ന പോലെ ഷെല്ലാക്ക് ഏറ്റവും പെർഫെക്ഷൻ, ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്നതാണ്. ഈ ക്യൂട്ടിക്കിൾ, ഇപ്പൊ ഇത് എന്റെ ഇട്ടേഴ്സിന്റെ സ്റ്റുഡൻസ് ആണ്, ക്യൂട്ടിക്കിളിന്റെ ഭാഗം ഉണ്ടാകുക മൊത്തം എലി കയറുന്ന പോലെ ഇരിക്കും അല്ലെ? ഇതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കാരണം പഠിച്ചു കൊടുക്കുന്നവർക്ക് ഇങ്ങനെ പറ്റുള്ളൂ. പഠിച്ചു തുടങ്ങിയ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ വരുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ 15 ദിവസമാണ് ക്ലാസ് കൊടുക്കുന്നത്. ഇവർക്ക് ഇതിന് ഇവരുടെ തലയിൽ കയറും. നിങ്ങളുടെ ആണെങ്കിലും തലയിൽ ഇതല്ല എന്ന് കയറണമെങ്കിൽ കുറെ ടൈം എടുക്കും. മറ്റുള്ളവർ ചെയ്ത് ആ പെർഫെക്ഷൻ കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതല്ല എന്നുള്ളത്. നോർമലി നമ്മൾ ക്യൂടെക്സ് ഇടുന്നത് ഇതാണ് അല്ലേ? ഷെല്ലാക്ക് ഇടുമ്പോൾ ഈ ഇരിക്കുന്ന ഒരു തടിപ്പ് പോലെ ഉണ്ട് അല്ലെ ക്യൂട്ടിക്കൾ നിങ്ങൾ കട്ട് ചെയ്യുന്നത്. ആ ക്യൂട്ടിക്കൾ പുഷ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന്, അതായത് ക്യൂട്ടിക്കളിന്റെ താഴെയാണ് ഷെല്ലാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യൂട്ടിക്കൾ വന്നിട്ട് ഷെല്ലാക്ക് കവർ ചെയ്യണം. പ്രോപ്പർ നെയിൽ ആർട്ടിന്റെ വേ, നെയിൽ പോളിഷ് ഇടുന്നതിന്റെ വേ നിങ്ങൾ നോർമൽ നെയിൽ പോളിഷ് ഇടുമ്പോഴും ചെയ്ത് പഠിച്ചു നോക്കിക്കോ. അത് ഈ ക്യൂട്ടിക്കളുടെ അറ്റം നിങ്ങളുടെ കയ്യിൽ നോക്കി അറിയാൻ പറ്റും. ഈ അറ്റം പുഷ് ചെയ്ത് മുകളിലേക്ക് ആകും നമ്മള്. അതിപ്പോ കൂടിയിരിക്കുക അല്ലെ? അത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ നിന്നാണ് നെയിൽ ആർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഷെല്ലാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു നെയിൽ പോളിഷ് ഇടാൻ പഠിക്കുക എന്ന് പറയുന്നത് പ്രോപ്പർ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങളുടെ വർക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഈ ക്യൂട്ടിക്കളുടെ അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് പറയുള്ളൂ. ക്യൂട്ടികളിലേക്ക് ടച്ച് ചെയ്തിരിക്കുക, അതിൽ ഈ ക്യൂട്ടികളുടെ മേലേക്കട വരിക, ക്യൂട്ടികൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീന്തടായിട്ടിരിക്കുക, അതൊന്നും നമ്മുടെ റിഫൈൻമെന്റ് ആവില്ല. നമ്മൾ കുറെ ഇങ്ങനെ പഠിച്ച് വന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ഷെല്ലാക്ക് എന്ന് പറയുന്നത് നെയിൽ പോളിഷ് ഇടുന്നതിന്റെ ഒരു വേൾഡ് വൈഡ് നെയിമാണ് ഷെല്ലാക്ക് എന്ന് പറയുന്നത്. ജെൽ പോളിഷ് എന്നാരും പറയില്ല. നിങ്ങൾക്ക് മെനുവിൽ കൊടുക്കാം ഷെല്ലാക്ക് പോളിഷ്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ 2000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഒരു ബോട്ടിലിന് 2000 അടുത്ത് വില വരുന്നുണ്ട്. അപ്പൊ അത് ഇടുന്ന മെത്തേഡ് പ്രോപ്പർ മെത്തേഡിലാണ് ഇടുന്നതെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വരുമ്പോഴും നിങ്ങൾക്ക് കാശ് കിട്ടും. ഒരെണ്ണം റിമൂവ് ചെയ്യണമെങ്കിൽ 400 സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എത്രയൊക്കെ വാങ്ങുന്നത്?
ഞാൻ റിമൂവ് ചെയ്യാൻ അങ്ങനെ ആരും വരാറില്ല. റിമൂവ് ചെയ്യാൻ നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്തിട്ട് വേറെ ഇടണമെങ്കിൽ അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് റിമൂവ് ചെയ്യാൻ കുറച്ചൊരു 10 മിനിറ്റിൻ്റെ അടുത്ത് പ്രൊസീജിയേഴ്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് 400 ഒരെണ്ണം റീഫിൽ ചെയ്യണതിന് 500 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്, ഇത്രയും രൂപ കൊടുത്തിട്ട് കിറ്റ് എടുത്തിട്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതുണ്ട്. ഒരു പ്രാവശ്യം ഒരു കിറ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് 6 months വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ബ്രൈഡിനാണെങ്കിൽ നിങ്ങളുടെ മെനുവിൽ അത് ആഡ് ഓൺ ചെയ്താൽ 4000 തൊട്ടിട്ട്, ഇപ്പോൾ തനുജ പറയുന്നത് 7000 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 4000 ഞാൻ ബേസിക് ആണ് പറയുന്നത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ബ്രൈഡ്സിന് അത് ആഡ് ഓൺ ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് എന്തൊരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സെക്ഷൻ നിങ്ങൾ കവർ ചെയ്യാം. ഫ്രീലാൻസിംഗ് ആയിട്ട് പോകാനുള്ളവർക്കാണെങ്കിൽ അതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുക. അതിൽ തന്നെ 15 ദിവസത്തെ ക്ലാസ് കൊണ്ടൊന്നും ആവില്ല. ഇപ്പം നമ്മുടെ അടുത്ത് 15 ദിവസം കൊണ്ട് വരുമ്പോൾ തന്നെ ആളുകൾ 3 ദിവസം കൊണ്ട് പഠിപ്പിക്കുമെന്ന് വയ്ക്കും, ഓൺലൈൻ പഠിപ്പിക്കാമെന്ന് വയ്ക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഇടുന്ന ഓൺലൈനാണ്. ഈ ഷെല്ലാർക്ക് വേണ്ട നെയിൽ പോളിഷ് ഇടുന്ന സിസ്റ്റം പഠിക്കാൻ തന്നെ 2 വീക്സിനടുത്തെടുക്കും. നമ്മൾ ക്ലാസ് പ്രോപ്പറായിട്ട് എടുത്താലും ഒരു 2-3 months നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്കൊരു നെയിൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ കാണുന്നത് പലരും പഠിച്ചിട്ട് വന്നിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കുന്നു, പ്രോപ്പറാണോ എന്നറിയില്ല. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. പല ആർട്ടിസ്റ്റുകളും ചെയ്യുന്ന വർക്കുകളും നിങ്ങളുടെ വർക്കുകളും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. മൂന്നാമത് വരുന്ന ആർട്ടിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന ഷെല്ലാർക്കാണ്. അക്രാലിക് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അക്രാലിക് തന്നെ പൗഡറാണ് വരുന്നത്. അക്രാലിക് എന്താണെന്ന് അറിയുന്നത്? അക്രാലിക് എന്ന് പറയുന്നത് പൗഡറാണ്. അതിനൊരു ലിക്വിഡ് ഉണ്ട്, ലൈറ്റ് വയലറ്റ് കളറിൽ ഒരു അസറ്റോൺ പോലെയുള്ള ഒരു, അത് മോണോമർ എന്നാ പറയുക. ആ ലിക്വിഡിന് പറയാം. ജെല്ല് ചെയ്യുമ്പോൾ നമ്മൾ അസറ്റോണിൽ വെച്ചിട്ടാണ് ബ്രഷ് ടച്ച് ചെയ്യുക. അക്രാലിക് ചെയ്യുമ്പോൾ മോണോമറുമാണ് ടച്ച് ചെയ്യുന്നത്.